അറിവോ ഒന്നുമില്ലാത്ത രാഹുൽ ഗാന്ധി എന്ത് തീരുമാനിക്കാനാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. രാഹുൽ ഗാന്ധി അമേഠി നഷ്ടപ്പെട്ടിട്ട് വയനാട് വന്നിട്ടാണ് ഒരു MP പോലും ആയത്. അപ്പം ഇപ്പം അവിടെയൊക്കെ ഫ്ലെക്സ് വന്നിട്ടും ഒക്കെയുണ്ട്. അമേഠി പോലെയാകും, അതായത് VD സതീശനെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അമേഠി പോലാവും, ഇങ്ങോട്ട് ജയിക്കാൻ വേണ്ടി വരണ്ട എന്നൊക്കെയുള്ള ഫ്ലെക്സുകൾ അവിടെ ഉയർന്നതെന്നൊക്കെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ കോമഡികൾ നടക്കുന്നുണ്ട്. എത്ര ആരാധകരെ അടങ്ങൂ എന്ന് പറഞ്ഞാലും അവർക്ക് അടങ്ങിയിരിക്കാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ ജനങ്ങളെല്ലാം VDക്കൊപ്പമാണ്. ഞാനല്ല കേട്ടോ, ഞാൻ RCക്കൊപ്പമാണ്. പക്ഷേങ്കിൽ ഇവിടുന്ന് പോയ MLA മാരും ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള ആൾക്കാരും ഈ പറഞ്ഞ പോലെ VM സുധീരനൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാരും എല്ലാം VS സുധീരൻ VDക്കൊപ്പമാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ആകപ്പാടെ 2 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ തന്നെ KCക്കൊപ്പമാണ്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചൊരു കാര്യം, എൻ്റെ അടുത്ത കുറച്ച് സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചപ്പം എന്താണ് KCയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പം, അതായത് നമുക്ക് കേരളത്തിൽ 10 വർഷമായിട്ട് വെളിയിൽ നിൽക്കുന്ന കോൺഗ്രസ് സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇലക്ഷൻ നടത്താനുള്ള ഫണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച് ഇവിടെ ഇലക്ഷൻ നടത്താനുള്ള ഫണ്ട് കൊണ്ടുവന്നത് KC വേണുഗോപാൽ ഒരാളായിട്ടാണ് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അത് എത്രമാത്രം ശരിയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് KCയെ എല്ലാവരും സപ്പോർട്ട് ചെയ്തത്. അതായത് ഇന്നലെ ചെന്ന സന്ദീപ് വാര്യർ വരെയും KC വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യം അതാണ്. അതായത് ഇവർക്ക് ഈ ഇലക്ഷന് വേണ്ടി ചിലവാക്കാനുള്ള ഫണ്ട് കൊണ്ടുവന്ന് കൊടുത്തത് KC വേണുഗോപാലാണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. ഇത് ശരിയാണോ ഇല്ലെന്നും അറിയില്ല കേട്ടോ. അപ്പം പക്ഷേങ്കിൽ ഞാൻ RCക്കൊപ്പമാണ്. കാരണം അതിനൊരു കുറേ കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന ഒരാൾ സ്വന്തം പാർട്ടിയെ ശക്തിപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. അവിടെ ഭരണപക്ഷം എന്താണോ ചെയ്യുന്നത് അതിൽ എതിർപ്പുണ്ടെങ്കിൽ ആ എതിർപ്പുകൾ കൃത്യമായിട്ട് പ്രകടിപ്പിക്കുകയും അവരുടെ അഴിമതികൾ കണ്ടുപിടിച്ച് അത് പൊതുസമൂഹത്തിൽ എത്തിക്കുകയും അത് തിരുത്തുകയും ചെയ്യാവുന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ കടമ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല VD സതീശൻ ചെയ്തതെങ്കിൽ അതായിരുന്നില്ല VD സതീശൻ ചെയ്യേണ്ടത്. ഈ പറഞ്ഞ പോലെ കുറേ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ VD സതീശൻ എവിടെ ആയിരുന്നെന്ന് പോലും വലിയ ധാരണയില്ല. അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒന്നും ഈ VD സതീശനെ നമ്മൾ ഒരിക്കൽ പോലും എങ്ങും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു പ്രചരണത്തിൽ പോലും VD സതീശനെ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം എന്തുകൊണ്ടും RCയാണ് കുറച്ചുകൂടെ ഭരണപരമായിട്ടും ഒക്കെ കുറച്ചുകൂടെ അറിവുള്ള ആൾ VD സതീശനെക്കാട്ടിലും RC ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ VD സതീശൻ പറയുന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഇതും ഇല്ലായിരുന്നു, എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. എന്നിട്ട് പുള്ളി ഇതേ പ്രധാനമന്ത്രി വരെ ആയില്ലേ എന്നൊക്കെയാണ് VD സതീശൻ ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്ക് പ്രത്യേകിച്ച് ഭരിക്കാനൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞു വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വിജയ് ആണേലും നേരത്തെ ഭരിച്ചോ അല്ലെങ്കിൽ 2 വർഷം മാത്രം ആയുസുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും നമുക്കൊരു മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ചെന്ന്